ബെനഡിക്ട് 16 പാപ്പ തിരുസഭയ്ക്ക് നൽകിയത് വളരെ കൃത്യമായ ഒരു ദിശാബോധമാണ്. ഒരുപക്ഷെ ബെനഡിക്ട് 16 പാപ്പായും കർദിനാൾ റാറ്റ്സിംഗറും റോമിലെ സുപ്രധാനമായ തസ്തികകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണം കൂടുതൽ ബുദ്ധിമുട്ടിലാകുമായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, അദ്ദേഹം വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായി വരുന്ന ആ കാലഘട്ടങ്ങളിൽ, അതേ തുടർന്നുള്ള കാലഘട്ടം ലിബറേഷൻ തിയോളജിയുടെ വലിയ അതിപ്രസരമുള്ള ഒരു കാലമാണ്. അതായത് ആ കാലഘട്ടത്തിലാണ് ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. ആ കോണ്ടിനെന്റ് മുഴുവനും തന്നെ എൻ ബ്ലോക്കായിട്ട് ഈ ഒരു ലിബറേഷൻ തിയോളജിയുടെ പിന്നാലെ പോകാൻ തുടങ്ങി. തന്നെയല്ല, അന്ന് കമ്മ്യൂണിസം കുറെ കൂടി ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടം. കമ്മ്യൂണിസവും കത്തോലിക്ക വിശ്വാസവും ഏകദേശം സമാനമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്താധാരകള് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാര് രംഗത്ത് കൊണ്ടുവന്നു. അപ്രകാരം വന്നപ്പോൾ ഉണ്ടായ വലിയൊരു വിശ്വാസ പ്രതിസന്ധി കേരളത്തിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായ കാര്യം നമുക്കറിയാം. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമരങ്ങളിലും സാമൂഹിക മേഖലകളിലെ വൈദികരുടെ ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള കുറെ പ്രതിസന്ധികൾ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ബെനഡിക്ട് പാപ്പായാണ് ഈ ലിബറേഷൻ തിയോളജിയുടെ 10 കുറവുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു റോമിൽ നിന്നുള്ള ഒരു ഡിഗ്രി പോലെ അത് പുറത്തു വന്നതിന് ശേഷമാണ് ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലോകം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. പാപ്പ ആരോടും കലഹിക്കാൻ പോയില്ല, പക്ഷെ അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ അതിന് മറുപടികൾ നൽകി എന്നുള്ളതാണ് പരിശുദ്ധ പിതാവിന്റെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായ കമ്മ്യൂണിസവും അതിന്റെ ക്രിസ്തീയതയിലേക്കുള്ള പാലമായി വർത്തിച്ച ലിബറേഷൻ തിയോളജിയെയും കൃത്യമായ ഭാഷയിൽ നിർവചിക്കുകയും സഭയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒന്നാമത്തെ സംഭാവനയായിട്ട് എനിക്ക് പറയാറുണ്ട്. രണ്ടാമതായി അദ്ദേഹത്തിന്റെ സംഭാവന ഡോക്ട്രൈനൽ ക്ലാരിറ്റിയാണ്. കൃത്യമായ ബെനഡിക്ട് മാർപ്പാപ്പ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്തുകൊണ്ട് എന്ന് രണ്ടാമതൊന്ന് ചോദിക്കാൻ ആർക്കും ഇടകിട്ടാത്ത വിധത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ബെനഡിക്ട് പാപ്പായാകുന്നതിന് മുൻപ് നമുക്കറിയാം, അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസും റോമും തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ കർദിനാൾ റാറ്റ്സിംഗർ അമേരിക്കയിൽ പോയി ബിഷപ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത ആ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ഒരു പ്രബന്ധാവതരണമായിരുന്നു. സഭയുടെ ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു വാസ്തവത്തിൽ. ആ വിഷയത്തിൽ മാർപ്പാപ്പ സംസാരിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാല് റോമിലെ നിർദ്ദേശങ്ങളോട് നിരാകരിക്കുന്ന മനസ്സോടെ ചില ജർമ്മൻ ബിഷപ്സ് പ്രതികരിക്കുന്നതും പ്രതിലോമ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് സ്വവർഗ വിവാഹങ്ങളെ കുറിച്ച്, വനിതാ പൗരോഹിത്യത്തെ കുറിച്ച് ഒക്കെയുള്ള നിലപാടുകള് വളരെ ആപേക്ഷികമായിട്ട് മെത്രാന്മാര് തന്നെ ജർമ്മനിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫ്രാൻസിസ് പാപ്പ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, മറ്റൊരു ലൂതറൻ ചർച്ചിനെ എനിക്ക് കത്തോലിക്ക സഭയെ ജർമ്മനിയിൽ ആവശ്യമില്ല എന്ന് പറയാൻ തക്ക വിധത്തിൽ പാപ്പ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഡോക്ട്രൈനൽ അംബീഗ്വിറ്റി ഒരുപക്ഷെ ഈ ബെനഡിക്ട് പാപ്പായുടെ നേതൃത്വത്തിൽ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. കാരണം അതും ആകാം ഇതും ആകാം എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുവാൻ പരിശുദ്ധ പിതാവ് വളരെ കൃത്യതയോടെ ഈ ഒരു ഡോക്ട്രൈനൽ ക്ലാരിറ്റി വരുത്തുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയാവുന്ന സത്യമാണ്. അത് എനിക്ക് തോന്നുന്നു അപ്രകാരം ഒരു ക്ലാരിറ്റി കുറവ് പല മേഖലകളിലും ഇന്ന് ഉണ്ട്. ആപേക്ഷികവാദത്തിന്റെ അപകടങ്ങള്
ഇത്രയും സുതാര്യമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച മറ്റൊരു മാർപ്പാപ്പ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇന്നിപ്പോൾ നമുക്കറിയാം പല മേഖലകളിലും ഈ ആപേക്ഷികതാവാദം നമ്മുടെ മജിസ്തേരിയത്തിലേക്കൂടെ കടന്നുകൂടിയെന്ന് സംശയം തോന്നാവുന്ന ചില സന്ദർഭങ്ങളെങ്കിലും സംജാതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അംബീഗ്വിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തതക്കുറവ് സഭാ നേതൃത്വത്തിൽ തന്നെ കടന്നുകൂടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നു. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് ദൈവശാസ്ത്രം എന്ന ആ ഒരു സുന്ദരമായ ചിന്ത ബെനഡിക്റ്റ് മാർപ്പാപ്പ കൊണ്ടുവന്നു. ദൈവശാസ്ത്രം ഇടയ്ക്ക് തത്വചിന്തയുടെ അവലോകനങ്ങളിലേക്ക് വഴിമാറിയപ്പോഴാണ് വലിയ അപകടങ്ങൾ സെമിനാരികളിലടക്കം സംഭവിച്ചു പോയത്. പക്ഷേ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ്. ആ വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ എങ്ങനെ വ്യാഖ്യാനിച്ചോ ആ ഒരു അരൂപിയിൽ നിന്നുകൊണ്ട് സമകാലിക ലോകത്തോട് സംവദിക്കണം എന്നതാണ് പരിശുദ്ധ പിതാവിന്റെ ദൈവശാസ്ത്ര നിർവചനവും സഭാ നിർവചനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മജിസ്തേരിയത്തെ കുറിച്ചുള്ള ക്ലാരിറ്റിയും അത് സഭയ്ക്ക് വലിയ സംഭാവന നൽകി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.